കൊടുത്തിട്ടില്ലല്ലോ. What? No. എന്താടാ? എടാ നീ അപ്പൊ അതൊന്ന് വായിച്ചു പോലും നോക്കിയില്ലേ? അപ്പോഴത്തെ ആവശ്യത്തിൽ നോക്കിയില്ലടാ. അയാളുടെ ഒരു കളിയാക്കലും പുച്ഛവും. ഓ, രാവിലെ കെട്ടിയൊരുങ്ങി ഇങ്ങോട്ടാണ് കെട്ടിയെടുത്തെന്ന് അറിഞ്ഞിരുന്നേല് ഞാൻ അപ്പോഴേ നിന്നെ മടക്കി അയച്ചേനെ. ഇനി എന്ത് ചെയ്യും? എനിക്കിപ്പോഴും കാര്യങ്ങൾ മര്യാദക്ക് മനസ്സിലായിട്ടില്ല. നീ മര്യാദക്ക് പറഞ്ഞ. നീ ഇവിടുത്തെ ബോസിനെ കണ്ടാർന്നോ? അയാളുടെ സ്വഭാവം മനസ്സിലായല്ലോ. ആടാ, ഒരു തെണ്ടി. തെണ്ടിയല്ല, തെണ്ടിക്ക് കയ്യും കാലും വെച്ച സാധനം. നീ ഒപ്പിട്ട പേപ്പർ എന്താണെന്ന് അറിയോ? ഇല്ല, നീ ലാഗടിപ്പിക്കേണ്ട കാര്യം പറ. ആ പേപ്പർ ഈ ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസിന് മാത്രമുള്ള പ്രത്യേക റൂൾസ് ആൻഡ് റെഗുലേഷൻ അടങ്ങിയ പേപ്പറാണ്. പ്രത്യേക റൂളോ? യെസ്. ഹായ്. ഹലോ. പേര്? ജിമിൻ. നിങ്ങളുടെ ഒക്കെ പേര്? ആംജി സർ. സെഹുൻ. ചെനോയില്. സ്കൈ. വോൺഹോ. നൈസ് ടു മീറ്റ് യു ഓൾ. നീ പുലിമടയിലാണല്ലോടാ വന്നു വിട്ടത്. നിങ്ങൾ പേടിപ്പിക്കേണ്ട കാര്യം പറ. എന്തിട്ടാണ് റൂൾസ്? റൂൾ നമ്പർ 1, ഓഫീസ് ടൈം രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ. രാത്രി 9? ബട്ട് 8 ഹോഴ്സ് അല്ലേ നിയമപ്രകാരമുള്ളൂ. നീ എടേ കയറാതെടാ, ഫുള്ള് പറയട്ടെ. ഓക്കെ, കണ്ടിന്യൂ. റൂൾ നമ്പർ 2, ഓഫീസ് ടൈമിൽ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. ബ്രേക്ക് ടൈം യൂസ് ചെയ്യാം. ബ്രേക്ക് ടൈം ഓൺലി 20 മിനിറ്റ്. അതിനുള്ളിൽ ലഞ്ച് കഴിച്ച് തിരിച്ച് ജോലിയിൽ കയറിയിരിക്കണം. റൂൾ നമ്പർ 4, നമ്മളുടെ സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് കാരണം പുതുതായി വരുന്ന ഓരോ എംപ്ലോയിയും 1 മാസത്തിനുള്ളിൽ സെയിൽസിൽ ഗ്രോത്ത് ഉണ്ടാക്കിയിരിക്കണം ഓർ ഡിസ്മിസ് ഫ്രം ദ ജോബ്. റൂൾ നമ്പർ 5, ഇടയിൽ വെച്ച് ക്വിറ്റ് ചെയ്യണമെന്ന് തോന്നിയാലും പറ്റില്ല. കാരണം ഈ 1 മാസം കഴിയാതെ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. പോണെങ്കിൽ 1 മാസത്തെ കമ്പനിയുടെ നഷ്ടം നമ്മൾ വഹിച്ച് പൈസ കൊടുക്കണം. അത് നമ്മളെ കൊണ്ട് പേറൂല. കുടുംബം പട്ടിണിയാവും, പണിയത്തിലും ആവും. റൂൾ നമ്പർ 6, ഈ 1 മാസം ഒരു ലീവ് പോലും എടുക്കാൻ പാടില്ല. റൂൾ നമ്പർ 7, ബിസിനസ് കോൺഫറൻസിന് കമ്പനി റെപ്രസെന്റേറ്റീവായി വിടുന്നവർ നമ്മുടെ എതിരാളികളായ കമ്പനിയുമായി സൗഹൃദത്തിനോ സംസാരത്തിനോ നിൽക്കാൻ പാടുള്ളതല്ല. ഇതെല്ലാം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആരും എന്നെ ബലം പ്രയോഗിച്ചതല്ല, എന്റെ ഇഷ്ടപ്രകാരമാണ്. എല്ലാ റൂൾസും ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് നീ സ്വയം സമ്മതിച്ച് ഒപ്പിട്ട് കൊടുത്ത പേപ്പറാണത്. അതുകൊണ്ട് തന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാനോ അവരുടെ സഹായം ലഭിക്കാനോ കരുതണ്ട. കാരണം നമ്മൾ ഇതെല്ലാം സമ്മതിച്ചൊപ്പിട്ട് കൊടുത്ത മുദ്ര പേപ്പർ തെളിവായി കമ്പനിയുടെ കയ്യിൽ തന്നെ ഉണ്ട്. രാവിലെ കണ്ടപ്പോൾ നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഒന്നുറക്കി ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. മാധവൻ കുട്ടി, ഞാൻ ഉണർന്നേനെ. അല്ല, ഞാൻ പറഞ്ഞേനെ ജിമി, ഞാൻ പറഞ്ഞേനെ. ഞാൻ എന്ത് ചെയ്യേ? തിരിച്ചു കുറേക്ക് മുങ്ങിയാലും വേണ്ട. എല്ലാം പോട്ടെ, ആ പേപ്പറിലൊന്ന് ഒപ്പിടാൻ മുന്നിൽ എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചിരിക്കണം ഒന്ന് വായിച്ചു നോക്കിക്കൂടാർന്ന. ഒരു വാശി പറ്റിപ്പോടാ. എന്നാൽ ആ വാശി തന്നെ ഇനി പണിയെടുത്തു. തെണ്ടി കണ്ടമ്പൂച്ചേ, ഹിറ്റ്ലറായി. ഇതിനാ ഇന്നലെടാ പട്ടി താൻ ചിരിച്ചത്. അയാള് ആര്? ആ ഹിറ്റ്ലറാ? അന്ന് അതൊരു അത്ഭുതമാണല്ലോ. ആരോട് ഇതുവരെ ചിരിച്ചിട്ടൊന്നുമില്ല. നിന്നോട് എന്താ അങ്ങനെ എനിക്ക് നല്ല പണിയാന്നതിന് സന്തോഷത്തിലാണ് അയാള്. അതെന്തേലാവട്ടെ, നിന്റെ പ്ലാൻ ഇനി എന്താ? തമ്പുരാനറിയാം. ശരിക്കും എത്ര പേരാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ? ഇവിടെ 7 പേരാണുള്ളത്. ജിമിൻ പേടിക്കണ്ട, ഈ 7 പേരും നിന്റെ പോലെ തന്നെ ആ പേപ്പറിൽ സൈൻ ചെയ്തിട്ടുണ്ട്. സോ കൂട്ടിനാളുണ്ട്, ഡോണ്ട് വറി. ജിമിന് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഞങ്ങൾ എത്തടുന്നില്ല. പിന്നെ ലഞ്ച് ബ്രേക്ക് കൂടാതെ ഒരു 10 മിനിറ്റ് ബ്രേക്ക് 4:30 ആകുമ്പോണ്ട്. നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺ സെക്ഷനാണ്. ഇവിടെ സെയിൽസ് ഗ്രോത്ത് കൂട്ടലാണ് നമ്മൾ. ബാക്ക് ടു വർക്ക്. ബോസ് വരുന്നു. എനിക്ക് വിശക്കുന്നടാ. നീ ഒന്നും കഴിച്ചിട്ടില്ലേ? ഇല്ലടാ. ഇപ്പൊ 4:30 ആവും. ബ്രേക്കിനൊക്കെ ഞാൻ ഫുഡ് വാങ്ങി തരാം. നീ സീറ്റിൽ പോയിരുന്നു. ആടാ, ഇന്നത്തേത് കഴിഞ്ഞില്ലേ? ബൈ ഗൈസ്. നീ എങ്ങനെയാടാ പോകുന്നത്? എന്റെ ഒപ്പം വരണുണ്ടോ? വേണ്ടടാ, ഇന്നെന്തായാലും അച്ഛനെ വിളിച്ചിട്ടുണ്ട്. നാളെ മുതൽ നമുക്ക് ഒരുമിച്ച് പോകാം. ഓക്കേടാ, ബൈ. ബൈ. ആ മോനെ, നീ വന്നോ? ആ മമ്മി കഴിച്ചോ? ആടാ, കഴിച്ചു. നിനക്ക് വിളമ്പി വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ഡാ, ജിമിൻ എങ്ങനെയുണ്ടടാ? എനിക്കെങ്ങനെ അറിയണം? അതൊരു പാവാടാ. പാവം.
നീ എന്തായാലും പോയി ഫ്രഷ് ആവും. ഇതാരാ ഈ ടൈമില്?